കേൾപ്പാനുള്ള അവസരം കർത്താവ് ഒരുക്കി നൽകി തന്നുവല്ലോ. Today the Lord has given us the opportunity to come into His presence and meditate on His word. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം ഇതുപോലെ നാം വായിച്ചു. എന്നാൽ നമ്മൾ സ്ഥിരം ചിന്തിക്കുന്ന പോലെ ഓരോ വാക്യങ്ങളും എടുത്ത് എന്ന് ചിന്തിക്കുന്നില്ല, പകരം ഒരു വാക്യത്തിൽ നിന്ന് ഒരു ചിന്ത നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We have read from the whole psalm, but I'm not going to go verse by verse, but rather I would like to share a thought from one of the verses contained therein. എനിക്ക് ഈ ട്രാൻസ്ലേഷൻ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ നമുക്ക് ഇങ്ങനെ സംസാരിച്ച് പോകുന്നതിനേക്കാൾ ഒരു പോസ് എടുക്കാൻ, ഇച്ചിരി വെള്ളം കുടിക്കാനും ഒക്കെ. ഇന്ന് വെള്ളമില്ലെന്ന് തോന്നുന്നുണ്ടോ? അത് കുടിക്കാനൊക്കെ ഉള്ളൊരു അവസരമുണ്ട്. അതുകൊണ്ട് എനിക്ക് ട്രാൻസ്ലേഷൻ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. I like translation because it gives me a time to think and gather my thoughts and to have a sip of water. 86 സങ്കീർത്തനം നമുക്ക് അറിയാം, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഒരു സാധാരണ നമ്മൾ വായിക്കുന്ന സങ്കീർത്തനത്തിൻ്റെ എല്ലാ രീതികളും ഈ സങ്കീർത്തനത്തിലുണ്ട്. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്നോട് കൃപയുണ്ടാകണമേ, അല്ലെങ്കിൽ എന്നെ കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയുന്ന സ്ഥിരം വാചകങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ ആദ്യം കാണുന്നത്. എന്നാൽ അതിൻ്റെ 11ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ ഒരു വാക്യം കാണുന്നു. അത് വായിച്ച് അതിൽ നിന്ന് നിങ്ങളോട് ഇത് ചെറിയൊരു ചിന്ത നിങ്ങളോട് അറിയിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. So it is Psalm 86 is a psalm of David, and it contains many familiar phrases like Lord have mercy on me, Lord help me, but I want to turn your attention to verse 11 and meditate on that verse. 11ാം വാക്യത്തിലെ 2ാമത്തെ ഭാഗം അത് ഒരാൾക്കൊന്ന് ശബ്ദമെടുത്ത് വായിക്കാം. Can someone read the second line of verse 11 please? എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും, നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. ആമേൻ. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. Unite my heart to fear your name. ആമേൻ. എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. So I want to meditate on the idea of uniting your heart to fear the Lord. ആമേൻ. ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. Concentrate my heart. ആ ഭാഗം അതിൻ്റെ ഇംഗ്ലീഷ് ഒക്കെ ഞാൻ നോക്കി. ഇപ്പോൾ സാം പറഞ്ഞല്ലോ യുണൈറ്റ് മൈ ഹാർട്ട് എന്ന് പറയുന്നൊരു ട്രാൻസ്ലേഷൻ കണ്ടു. മറ്റൊരിടത്ത് കണ്ടു ഗിവ് എ അൺഡിവൈഡഡ് ഹാർട്ട്. So I saw two translations as I was preparing for this. As Sam just read, one says unite my heart and the other is give me an undivided heart. I mean, വിഭജിക്കപ്പെടാത്ത അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ മാത്രം പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സേവിക്കുന്ന ഒരു അവസ്ഥ. So this means to serve the Lord with an undivided heart or with the whole heart. എന്ന് പറഞ്ഞാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ നിന്ന് വശീകരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ സമയവും നമ്മുടെ ഡിവോഷനും ഒക്കെ ആകർഷിക്കുന്ന മറ്റു പലതും ഈ ലോകത്തിലുണ്ട്. So the psalmist is reminding us that there are many other things around us in this world that is competing for our attention, so that we are not united to fear the Lord. ആമേൻ. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ മറ്റു ചിന്തകളില്ലാതെ കണ്ണടച്ചിരിക്കുന്ന ഒരു അനുഭവമല്ല ഇവിടെ പറയുന്നത്. ദൈവസന്നിധിയിലും കടന്നു വരും, എന്നാൽ ലോകത്തിൻ്റെ മോഹത്തിൽ കടന്നു പോകുന്നു. രണ്ടും ഒരുപോലെ ജീവിക്കുന്നൊരവസ്ഥ. So I just want to clarify this. I'm not talking about concentrating in the presence of the Lord or focusing on Him, but rather being focused apart from the desires of the world on the Lord Himself. ആമേൻ. ദൈവസന്നിധിയിലും കടന്നു വരും, ലോകത്തിൻ്റെ മോഹത്തിലും ഒരേപോലെ ജീവിക്കുന്ന മനുഷ്യർ ഒരു പക്ഷേ നമ്മുടെ സഭയിലെ സമൂഹത്തിലും ധാരാളമുണ്ട്. There are many people in the church and in the community around us who will both fear the Lord and also follow the desires of their heart. നമ്മുടെ സഭയെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു യൂണിവേഴ്സൽ ചർച്ച് എന്നാണ് ഉദ്ദേശിച്ചതല്ല, അത് ഈ ചർച്ചിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. I'm not talking about our church as such, but rather the universal church in the world. ഇവിടെ പറയുകയാണ്, ദൈവസന്നിധിയിൽ കർത്താവേ അങ്ങേ മാത്രം സേവിക്കുക, അല്ലെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവമേ അങ്ങയുടെ പാത പിൻപറ്റുവാൻ എന്നെ സഹായിക്കണമേ. So here the psalmist is asking that he be given the grace to unite his heart in serving the Lord. ആമേൻ. നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ കർത്താവ് എത്രമാത്രം നമ്മിൽ നിന്ന് ആ പൂർണ്ണത ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? Have you ever wondered how the Lord desires our complete and undivided attention? നിങ്ങൾക്കറിയാം, ഞാനും കെസിയും മൺഡേ ടു ഫ്രൈഡേ ഞങ്ങൾ ഓപ്പോസിറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്. So as you might know already, Kessie and myself, we do opposite shifts Monday to Friday. സോ ഞങ്ങൾ തമ്മിൽ കാണുന്ന സമയം വളരെ കുറവാണ്. അതുകൊണ്ട് കാണുന്ന സമയം അത് മുഴുവൻ കെസിയ തൻ്റെ ജോലി സ്ഥലത്തെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒരു 15 മിനിറ്റേ കാണത്തില്ല. 15 മിനിറ്റിൽ സകല ഇൻഫർമേഷൻ എനിക്കുണ്ടെന്ന് പറയും. ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്ന പോലെ എല്ലാം കൂടി ഈ 15 മിനിറ്റ് അങ്ങ് പറയും.
So the time we spend together is very minimal. So in the time that we spend together, which might be 15 minutes, Kesia tries to give me a lot of information about what happened in the workplace and everything that's happening around us. And sometimes it becomes information overload. അപ്പം നമുക്ക് ആകെ ഒരു 15 മിനിറ്റേ കാണുള്ളൂ. ഒരു പക്ഷേ ഞാൻ അന്നേരം മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പം ഞാൻ അത് സ്ക്രോൾ ചെയ്യുമ്പോഴേ ഞാൻ കേൾക്കും. So I might be scrolling through my phone, but even as I do that, I'm still listening. അങ്ങനെ കേട്ടോണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ എന്നോട് പറയും, അച്ഛാ എന്നെ ഒന്ന് നോക്ക്. So then she starts telling me, Achha, look at me. അപ്പം ഞാൻ പറയും, ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ ഞാൻ കേൾക്കുന്നുണ്ട്. And then I'll reply, I am listening to you. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ അറ്റൻഷൻ മുഴുവൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. So when we speak to someone, we desire their undivided attention. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മക്കളാകുന്ന നമ്മൾ കർത്താവിനെ സേവിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം നമ്മളുടെ ആ പൂർണ്ണത ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. So when we as children of God say that we serve the Lord desires our undivided attention and focus. ഇന്ന് പലക്കാരും ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരിക്കലും ദൈവത്തെയും ഈ ലോകത്തെയും ഒരേപോലെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. Today, children of God, I want to remind you that you can never hold the world and the Lord at the same distance. എപ്പോഴെങ്കിലും ഒരിക്കൽ വെച്ച് അല്ലെങ്കിൽ ഒരിടത്ത് വെച്ച് നമ്മൾ ഒരു വഴി പൂർണ്ണമായി ഉപേക്ഷിച്ച് ഒന്നിലേക്ക് എത്തിച്ചേരുടെ തീരും. At some point in your life, you will have to reject one path and take the other. ആമേൻ. ഒരിക്കലും ഒരേപോലെ നമുക്ക് വിശ്വാസ ജീവിതവും ലോകത്തിന്റെ വഴിയും ഒരേപോലെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. You can never take the path of faith and the path of the world at the same level. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരിക്കൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം ഞാൻ ബസ് സ്റ്റാൻഡ് കോളേജ് കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് എനിക്ക് ഏകദേശം ഒരു 1.25 മണിക്കൂർ എനിക്ക് യാത്രയാണ് ഉള്ളിൽ എത്താൻ. ഞാൻ പത്തനംതിട്ടയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ്. 5:15 എൻ്റെ ബസ്. ഞാൻ ആ ബസ് വെയിറ്റ് ചെയ്ത് ബസ് വരുന്ന ആ കറക്റ്റ് ആ സ്ലോട്ടിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. So I'm reminded of an incident when I was back in college and I was standing at the bus stand waiting for my bus. So it's about 5:15 and I have a 1 3/4 hour journey ahead of me and I'm waiting at the bus stand. അപ്പം ഞാനങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമ്പോൾ എനിക്ക് കാണാം മറ്റൊരു ഭാഗത്ത് ഏകദേശം എറണാകുളത്തോട്ട് പോകുന്ന ബസ്സിൻ്റെ ആ ഏറിയിൽ ഭയങ്കര ജനക്കൂട്ടം, ആൾ കൂടുന്നു, ആളവിടെ തടിച്ചു കൂടുന്നു. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി, എന്താ അവിടെ നടക്കുന്നത്? So I saw a huge crowd gathering around a bus for Ernakulam. So my curiosity was piqued and I went over to see what was happening there. അങ്ങനെ ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ഒരു മജീഷ്യൻ അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് തന്നെ അവിടെ തന്നെ ഈ മാജിക് കാണിക്കുകയാണ്. നമ്മുടെ ഇവിടെ സിറ്റി സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ കാണാമല്ലോ, കുറച്ച് പേര് പാടുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡിൽ ഇരുന്ന് ഒരാൾ മാജിക് കാണിക്കുക. So as I looked into the bus, I saw that there was a street magician performing his tricks inside the bus. And as you might have seen in the high street and shopping centers around us, this performer was doing this in the bus. ഞാൻ അവിടെ ചെന്നു. ഈ ഞാൻ നിൽക്കേണ്ട ഭാഗത്തല്ല ഇപ്പം നിൽക്കുന്ന, മറ്റൊരിടത്ത് പോയി ഇന്ന് ഈ മാജിക് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് 5:15 എൻ്റെ ബസ് വരും, അത് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഒരു രണ്ടും എനിക്ക് വീക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ മാജിക്കും കാണാൻ പറ്റും, ബസ് വരുന്നുണ്ടോ നോക്കാൻ പറ്റും. ഇത് രണ്ടും പറ്റുന്ന ഒരു പൊസിഷൻ ഞാൻ കണ്ടെത്തി അവിടെ നിൽക്കുക. So I want to see what the performer was doing. So I found myself a position from where I could see both the magic and to see whether the bus I am supposed to be on had arrived or not. അങ്ങനെ ഞാൻ ഈ മാജിക്കാരൻ്റെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ വലത്തോട്ട് നോക്കും, എൻ്റെ ബസ് വരുന്നുണ്ടോ, അവിടെ ബസ് വരുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഏകദേശം ഒരു 5:30 വരെ ഞാൻ ഈ മാജിക്കൻ കണ്ട് ഇവിടെ നിന്നു. ഇടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട്, ബസ് വരുന്നില്ല. അപ്പം 5:30 ആയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു, അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ്. So I watched the magic, the street magician perform his tricks, and I'm looking to my right to see if my bus has arrived. Time passes, it's 5:15, and soon it's 5:30, but I still do not see my bus. But by 5:30, the magician had completed his performance. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് എൻ്റെ ബസ് കിടക്കുന്നിടത്ത് ഞാൻ തിരിച്ചു വന്നു. അവിടെ ബസ്സില്ല. ഞാൻ അവിടെ നിന്നൊരു മനുഷ്യരോട് ചോദിച്ചു, ഇന്നെന്താ ഇതുവരെ ബസ് വരാം, ഇന്ന് ബസ് ക്യാൻസൽ ചെയ്തോ? So then I asked one of the people standing there asked him, have you seen the bus that's supposed to come at 5:15? Has the bus been cancelled or something? ഞാൻ ചോദിച്ചു. അയാൾ പറഞ്ഞു, ബസ് വന്നല്ലോ, ബസ് വന്നിട്ട് പോയി. അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു, ഈ ബസ്സിൻ്റെ ഈ സ്റ്റാൻഡിൻ്റെ അകത്ത് കയറിയില്ലേ, പുറത്തൂടെ എല്ലാം ചുറ്റിക്കറങ്ങി പോകുമായിരുന്നു? So then I asked the man, has the bus really come and gone, or has it just passed by outside the bus stand? അയാൾ പറഞ്ഞു, ഇല്ല, ബസ് വന്നിട്ട് പോയി. അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്, എപ്പോഴോ ഞാൻ ഇതിൻ്റെ അകത്ത് ലയിച്ചിരുന്നപ്പോൾ ഈ ബസ് വന്നിട്ട് പോയി, ഞാൻ അറിഞ്ഞില്ല. ഇതിൻ്റെ അകത്ത് ഞാൻ രണ്ടും കൂടെ സ്വിച്ച് ചെയ്ത് നോക്കുന്നു എന്നൊക്കെ എൻ്റെ മനസ്സ് പറഞ്ഞെങ്കിലും എൻ്റെ ശ്രദ്ധ ഒന്നിൽ മാത്രമായിരുന്നു. So then I realized, as I was engrossed in the street magic, the bus had come and gone, and I had completely missed it. I mean,
ഒരിക്കലും ഇരു മനസ്സോടെ ഇരു ഹൃദയത്തോടു കൂടി നമുക്ക് കർത്താവിനെ സേവിക്കുവാൻ കഴിയത്തില്ല. So I want to remind you that you can never serve the Lord in a double-minded way. നമ്മൾ അങ്ങനെയൊക്കെ പോകും, നമ്മൾ ചിന്തിക്കുമ്പോഴും എവിടെയൊക്കെ വെച്ചോ നമ്മൾ അറിയാതെ ഒഴുകി നമ്മളൊരു പാത വിട്ട് കർത്താവിനെ വിട്ടു പോകേണ്ടേ തീരും. We might think we are able to pull this off, but at some point we will go astray from the path of the Lord. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇരു മനസ്സുള്ളവൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. And that is why in the book of James it said the double-minded person is unpredictable in all his ways. ആമേൻ. കർത്താവിനെ സേവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ ലോകത്തെ ഉപേക്ഷിക്കാനും വയ്യ. He wants to serve the Lord, but he does not want to give up the ways of the world. കർത്താവിനെ സേവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ കർത്താവിനോട് ക്ഷമിക്കുമെന്നൊരു ചിന്തയുണ്ട്. But he wants to serve the Lord, but he thinks that being this way, the Lord will forgive him. പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പ്രാർത്ഥിച്ചില്ലേലും കർത്താവ് എന്നോട് ക്ഷമിക്കുമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. He wants to pray, but he thinks that the Lord will forgive him even if he doesn't pray. കർത്താവിന്റെ വചനവും പ്രമാണങ്ങളും ഒക്കെ അറിയാമെങ്കിലും കർത്താവ് ഒന്നും ഇതെല്ലാം നോക്കത്തില്ല എന്നുള്ളൊരു ചിന്ത മനസ്സിൽ കടന്നവരായിടയെ തീരും. He wants to follow the word of God, but he thinks that the Lord will forgive him even if he doesn't. ആമേൻ. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഇരു ഹൃദയത്തോടു കൂടി നമുക്ക് കർത്താവിനെ സേവിക്കാൻ കഴിയത്തില്ല. But today let me remind you that you cannot serve the Lord with a double mind. അതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, കർത്താവേ എൻ്റെ ഹൃദയത്തെ ഒന്ന് ഏകാഗ്രമാക്കണമേ. And that is why the psalmist says, unite my heart to fear your name. കർത്താവേ അങ്ങേ മാത്രം സേവിക്കുവാൻ എന്നെ സഹായിക്കണമേ. Lord, help me to serve you and only you. കർത്താവേ പൂർണ്ണ ഹൃദയം 100% നിനക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Lord, I want to give you my whole heart and the 100% of my being. ആമേൻ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ കർത്താവിനെ സേവിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കർത്താവിന്റെ പ്രമാണങ്ങൾ പൂർത്തീകരിക്കുന്നത്. It is only when we serve the Lord with our whole heart, with our whole soul and our whole mind that we fulfill the terms that the Lord has given us. ഒരിക്കൽ പരീക്ഷന്മാർ കർത്താവിനെ പരീക്ഷിക്കാൻ ഒരു ചോദിച്ചു, കർത്താവ് ഏറ്റവും വലിയ പ്രമാണം ഏതാ? ന്യായപ്രമാണത്തിൽ മുഴുവൻ നിയമങ്ങളാണല്ലോ, ഇതിനകത്ത് ഏറ്റവും വലിയ പ്രമാണം എന്താണ്? So, once Jesus was tested by the Pharisees and was asked which is the greatest commandment in the law. കർത്താവ് പറയുകയാണ്, ഏറ്റവും വലിയ പ്രമാണമാണ് പൂർണ്ണ ഹൃദയത്തോടു കൂടി കർത്താവിനെ സ്നേഹിക്കണം. And Jesus replied, the greatest commandment in the law is to serve the Lord with all your heart. പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ആത്മാവ്. Serve the Lord with your whole heart, your whole mind and your whole soul. ആമേൻ. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ കാര്യമാണല്ലോ, ഇതാണ് ഏറ്റവും വലിയ നിയമം എന്ന് തോന്നാൻ, അതാണ് ഏറ്റവും നമ്മൾ അധികം വില കൊടുക്കേണ്ടത്. And we might think this is a simple thing, but this is something that we must take up with utmost importance. ആമേൻ. ദൈവത്തിന്റെ വഴിയിൽ തന്നെ നടക്കാനിടയെ തീരണം. We must be walking on the path that the Lord has laid out for us. ആമേൻ. രണ്ട് ഹൃദയം, രണ്ട് വഴി നമുക്ക് ചേർന്നില്ല. A double mind or a double path is not for us. ആമേൻ. ഞാൻ ഇടയ്ക്ക് ഒരു ചരിത്രം വായിച്ചു. അമേരിക്കയിലുള്ള യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഈ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കാണ്. Once I read about the Yellowstone National Park, which is the first national park in the world, situated in the US. ആമേൻ. അവിടെ ഗവൺമെന്റ് ഒരു സംഘത്തെ അയക്കുകയാണ്. ഈ വനത്തിന്റെ മുഴുവൻ മാപ്പിംഗ്, അതിൻ്റെ അകത്തുള്ള പർവ്വതങ്ങൾ, അതിൻ്റെ അകത്തുള്ള അരുവികൾ, അതിൻ്റെ വഴികൾ, ഇതിലൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു സംഘത്തെ ഗവൺമെന്റ് അയച്ചു. So the government tasked a group of surveyors with a task to survey the whole national park. ഒരു 10-20 പേരടങ്ങുന്ന വലിയൊരു സംഘം അങ്ങനെ ഈ വനത്തിലൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. എന്നാൽ ഇതിൻ്റെ അകത്ത് ഒരു വ്യക്തി, ഏറ്റവും പുറകെ നടക്കുന്ന ഒരു വ്യക്തിക്ക്, അദ്ദേഹം ഒരു വ്യത്യസ്തനായ വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത, മറ്റ് ഒരു പർവ്വതത്തിൻ്റെ സൈഡിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം, ഞാനൊരു വേറൊരു വഴിയെടുത്ത് ഈ പർവ്വതത്തിന്റെ എതിർവശത്തോടെ ചെന്ന് ഇവരെ ഒന്ന് കൂട്ടിമുട്ടാം. So this a team of 20 had one person who thought that he could take a different path as they passed by a mountain and then rejoin the group at a later point in the trail. കാരണം ഈ പോകുന്ന വഴിയിലെ കാര്യങ്ങളൊക്കെ അവർ നോട്ട് ചെയ്യുമല്ലോ. അപ്പോൾ മറ്റേ പാതയിലെ വഴികൾ, കാര്യങ്ങൾ, എന്തെങ്കിലും വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരികെ നോട്ട് ചെയ്യാം. മാത്രമല്ല, കാണുന്ന പുതുതായിട്ട് കണ്ടുപിടിക്കുന്ന പർവ്വതങ്ങളുടെ പേരൊക്കെ ഇവർ തന്നെ ഇടുന്നത്. അപ്പം അദ്ദേഹത്തിന് പുതുതായിട്ട് എന്തൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു വാഞ്ച ഉണ്ടാണ്. അദ്ദേഹം വേറൊരു സ്റ്റെപ്പ് എടുത്തു. So he thought, as the others in the group are following a different trail, if I follow this trail, then I can survey more things, and then I can name features and mountains myself, and I can do more and accomplish more. ആമേൻ. എന്നാൽ ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പേ ഇതിന് വ്യക്തമായ റൂൾസും ഗൈഡ് ലൈൻസും ഒക്കെ ഉണ്ട്. ഒരിക്കലും കൂട്ടം വിട്ടു പോകാൻ പാടില്ല. നിങ്ങളൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യണമെന്നുള്ള തീരുമാനമൊക്കെ ഉണ്ടെങ്കിലും ഇദ്ദേഹം ഒരു കാര്യം ചെയ്തു, ആരോടും പറഞ്ഞില്ല. ഇദ്ദേഹം ഏറ്റവും പുറകിലാണ് ഈ സഞ്ചരിക്കുന്നത്. ആരോടും പറയാതെ തന്നെ ഈ കൂട്ടത്തിൽ തന്നെ പിന്നീട് ജോയിൻ ചെയ്യാമെന്നുള്ള
ഒരു ചിന്തയിൽ ഇദ്ദേഹം മറ്റൊരു വഴി തിരഞ്ഞെടുക്കുകയിടയെ തീർന്നു. So this person, even though he knew the rules, which was never to leave the group, he decided to take the separate route, and then he hoped that he would be able to rejoin them later. ചെറിയൊരു ഡൈവേഷനാണ് ഇദ്ദേഹം എടുത്തത്. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ദിവസത്തെ വഴി ദൂരം കൊണ്ട് തനിക്ക് റീജോയിൻ ചെയ്യാം എന്ന ചിന്തയിലാണ് ഇദ്ദേഹം വഴി മാറിയത്. എന്നാൽ സംഭവിച്ചതെന്നാണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഈ കൂട്ടം വിട്ടുപോയി. തന്നെ തിരിച്ച് തനി ഈ വനത്തിൽ പെട്ടുപോയി താൻ കഴിക്കേണ്ടി വന്നത് 41 ദിവസങ്ങളാണ്. And this person had thought this was a small diversion and that he would be able to rejoin the main group quickly. But he got lost in the forest, and he spent a long 41 days lost in the forest. ഇദ്ദേഹത്തിൻ്റെ ആഹാരം എല്ലാം തീർന്നു പോയി. ഇത് വളരെ ക്ഷീണിതനായി. ഇദ്ദേഹത്തെ അവസാനം മറ്റ് സംഘാംഗങ്ങളെ കണ്ടെത്തുമ്പോൾ ജീവൻ തീരുന്ന ഏകദേശം അവൻ്റെ അവസാനത്തിൽ എത്തുന്ന ഒരു ഘട്ടത്തിലാണ് ഇദ്ദേഹത്തെ കണ്ടെത്തുന്നതിനിടെ തീർന്നത്. And his food ran out, and he began starving. And when the others in the group eventually found him, he was on the edge of losing his life. ചെറിയൊരു ഡൈവേർഷൻ അവരുടെ കൂടെ തന്നെയാണെങ്കിലും ചെറിയൊരു ഡൈവേർഷൻ എടുത്തുള്ള ജീവിതത്തിൽ, എന്നാൽ അതിൻ്റെ അവസാനം വളരെയധികം വില കൊടുക്കേണ്ടതായിട്ട് വന്നു. Even though he had taken only a small diversion, he had to pay a huge price for that mistake. ഇന്ന് പാലക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ പൂർണ്ണ ഹൃദയത്തോടെ നടക്കുവാനുള്ള ഒരു വാഞ്ചയും ഒരു തീരുമാനം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. Today, let us be resolved to unite our heart to serve the Lord with our whole mind and our whole heart. ആമേൻ. എന്തുകൊണ്ടാണ് പൂർണ്ണ ഹൃദയത്തോടുകൂടി വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൂർണ്ണതയില്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ അല്ലാതെ കർത്താവിനെ സേവിക്കുകയാണെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അതിൻ്റെ പരിണത ഫലമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പതുക്കെ നമ്മൾ പോലെ അറിയാതെ ഒരു മടുപ്പ് കടന്നവരുടെ തീരും. So why are we told to unite our heart to fear the Lord? Because if we do not focus our undivided attention on the Lord, then a lethargy will come into our hearts. ലോകത്തിൻ്റെ മോഹം നമ്മളെ വലിച്ച് അവസാനം നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഒരു മടുപ്പ് കടന്നു വരും. So this feeling will come into our heart, and the desires of the world will come into our heart. ഇങ്ങനെ മടുപ്പ് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നത്? And what will happen when this complacence comes into our heart? നമ്മൾ പതുക്കെ അങ്ങ് അഭിനയിക്കാൻ തുടങ്ങും. നമ്മൾ ഭയങ്കര കൈയടിയൊന്നും കുറയ്ക്കത്തില്ല. നമ്മുടെ പുറമേ കാണിക്കുന്ന നമ്മുടെ ഒരു പ്രകടനങ്ങൾക്ക് ഒരു വ്യത്യാസം വരത്തില്ല. നമ്മൾ അഭിനയിക്കാൻ തുടങ്ങും. And then we start acting. We might still clap our hands, and we might still look a Christian outward, but we will start acting. എന്നാൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോവുകയാണ്. But in our heart of hearts, our faith is growing weaker by the day. ഞാൻ ഇതിനു മുമ്പ് കൊച്ചിയിലായിരുന്നപ്പോൾ അവിടെ ഒരു ചർച്ച് യൂത്ത് പാസ്റ്ററായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഈ യുവാക്കളുടെ ഇടയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ ഓണസ്റ്റായിട്ട് കാര്യങ്ങൾ പറയും. ചില വ്യക്തികളൊക്കെ വന്ന് പറയുന്നത്, അച്ഛാ എനിക്കിപ്പോൾ വലിയ വിശ്വാസമൊന്നുമില്ല, എനിക്ക് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്, വീട്ടിലെ കാര്യങ്ങളായിരിക്കാം, സഭയിലെ കാര്യങ്ങളായിരിക്കാം, എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എന്ന് പറഞ്ഞ് വളരെ തുറന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. So as I was serving as a youth pastor in Kochi, I was able to work with the youth, and they were often frank with me regarding their faith. And sometimes people used to say, I don't think I have much faith anymore. It might be several different reasons, but they always came back and they sometimes came back and said, I don't think I have much faith anymore left. എന്നാൽ കുറച്ചുകൂടെ മുതിർന്ന ആൾക്കാരാണെങ്കിൽ അത് പറയത്തില്ല. അവരുടെ ഉള്ളിൽ തന്നെ ഒരു വിശ്വാസത്തിന്റെ ഒരു മൂടുപാടം ഇട്ട് അവരെ അഭിനയിച്ച് മുന്നോട്ട് പോകും. But if you're an older person, sometimes you start play acting, and you put on an act and still act like a Christian. ഇന്ന് പാലക്കാലം ഇരുഹൃദയത്തോടു കൂടിയാണ് കർത്താവിനെ സേവിക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ മടുപ്പ് വരുവാനിടയെ തീരും. Today, if you are serving the Lord with a double mind, then a complacence and a feeling of boredom might come into your life. ഒരു വാക്യം വന്നെടുത്ത് വായിക്കാമോ? എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. Can someone read Hebrews chapter 12 verse 3, please? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതെ ഇരിക്കുവാൻ. Here Paul says, lest you become weary and discouraged in your souls. വിശ്വാസ ജീവിതത്തിൽ അപ്പോൾ ക്ഷീണിച്ചു മടുക്കുന്ന അനുഭവങ്ങളുണ്ട്, കടന്നു വരും. So in your walk of faith, you might become weary and discouraged at a certain point. അത് എന്തൊക്കെയാണെന്നതിന്റെ മേളിൽ പറയുന്നുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. അവിടെ പറയുന്നുണ്ട്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും. So, I'm not going to explain this, but the causes of this are given, which is that there are the burdens and sin that easily ensnares us. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മുറുകെ പറ്റുന്ന പാപം ഇത് ലോകത്തിന്റെ മോഹങ്ങളാണ്.
And these sins that easily ensnares us are the desires of the world. അപ്പൊ ഈ ലോകത്തിന്റെ മോഹവും ആത്മീയതയും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോയാൽ എന്താ സംഭവിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കും. And this is the consequence of the desires of the world coexisting with the walk of faith, which is that we will become weary and discouraged in our souls. ആമേൻ. നമ്മുടെ ഉള്ളിൽ ഒരു മടുപ്പ് വരും, സംശയം വരും, ക്ഷീണം കടന്നു വരും. And then doubt will set in, and weariness and discouragement will set into our soul. ഇതൊക്കെ ഉള്ളതാണോ? Is this true? ബാക്കിയുള്ളവരൊക്കെ ഒരു നിയമങ്ങളും ഇല്ല, അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ കഴിയുന്നല്ലോ. The others are living their life as they want to in a completely lawless way. ഞാൻ മാത്രം എന്തിനാണ് ഇങ്ങനെ ഈ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത്, ഞാൻ മാത്രം എന്തിനാണ് മറ്റുള്ള വ്യത്യസ്തമായ ഒരു പാത തിരഞ്ഞെടുക്കുന്നത്? Why should I go to church every Sunday? Why should I take a path that is different from all the others? ഈ ചോദ്യം ചോദിക്കുന്നതിന്റെ പ്രധാന കാരണം ഇന്നലെ വന്ന കാര്യങ്ങളല്ല, അതിന്റെ അർത്ഥം എവിടേക്കോ നമ്മുടെ ഹൃദയം രണ്ട് വഴിയിൽ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. And the reason why these questions are being asked is because at some point our heart is trying to follow two different directions. ആമേൻ. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറഞ്ഞ, കർത്താവേ എൻ്റെ ഹൃദയത്തെ ഒന്ന് ഏകാഗ്രമാക്കണമേ. And that is why the psalmist says, unite my heart. അൺഡിവൈഡഡ് ഹാർട്ട്. കർത്താവേ മറ്റൊരിടത്തുമല്ല, അങ്ങയുടെ സന്നിധിയിൽ മാത്രം ഉറച്ചിരിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ. And that is why the psalmist says, give me an undivided heart that is stable and focused on your presence. ആമേൻ. ഇവിടെ മൂന്നാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഇരിപ്പാൻ ഭാവികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. For consider him who endured such hostility from sinners against himself, lest you become weary and discouraged in your souls. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഹൃദയത്തും ആ ഒരു വേർതിരിവ് ഉണ്ടാവരുത്, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് വരുമെന്ന് മാത്രമല്ല, ഇവിടെ പറയുകയാണ് മടുപ്പ് വരാതിരിക്കാൻ എന്തു ചെയ്യണം? കർത്താവിനെ നോക്കണം. And this is why here we are told that we should focus on the Lord so that we do not become weary and discouraged. ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. For consider him who endured such hostility from sinners. ആമേൻ. ഇവിടെ പറയുകയാണ് വിരോധം സഹിച്ചവനെ ധ്യാനിക്കുക. എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തിൽ മടുപ്പ് വരാതിരിക്കാൻ. So we are told to focus our attention on the Lord who endured such hostility so that you do not become weary. ആമേൻ. ഞാൻ ചിന്തിച്ചതുകൊണ്ടാണ് വിരോധം സഹിച്ചവനെ ധ്യാനിക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പോലെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ മതി. എന്നാൽ ഇവിടെ പറയാണ് വിരോധം സഹിച്ചവനെ ധ്യാനിക്കുക, അവന്റെ മുഖത്തേക്ക് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ മടുപ്പ് മാറിപ്പോകും, വിശ്വാസത്തിൽ നിങ്ങൾക്ക് സ്ഥിരത കൈവരും. So why does the writer of Hebrews ask us to consider him who endured hostility? Why not just say focus on the Lord? ആമേൻ. കാരണം എന്താണെന്ന് അറിയാമോ, ഈ വിരോധം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തെ ഒന്ന് കുത്തി നോവിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് പ്രൊവോക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ശരിയായ രൂപം പുറത്തു വരുന്നത്. The reason it is being put in this way is because it is when we endure hostility, when we are provoked, that is when our true nature comes out. അതുവരെ നമ്മൾ വളരെ ചിരിച്ചും വളരെ സന്തോഷത്തിലൊക്കെ ഇരിക്കും. And until that point, we are happy and we are relaxed. ആമേൻ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ പലരും എന്നോട് വന്ന് പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ സ്റ്റേജിൽ ഇരുന്നപ്പോൾ എൻ്റെ മുഖം ഒട്ടും ഒരു സന്തോഷമില്ലായിരുന്നു, ചിരിയില്ലായിരുന്നു, വളരെ ഗൗരവത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ ഇതായിപ്പോയി. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം എന്ന് പറഞ്ഞാൽ വേറെ കല്യാണം വരുമ്പോൾ, ഇത് എൻഗേജ്മെൻറ്റ് കാര്യമാണ്, എൻഗേജ്മെൻറ്റ് അതിൻ്റെ കല്യാണത്തിൽ ഇത് വരുന്ന പലരും എന്നോട് പറഞ്ഞു. After my engagement ceremony, I was told by many people, you look extremely serious on stage. So the next time, by that they mean the actual wedding itself, be more relaxed. ഐ മീൻ, എൻ്റെ മനസ്സിൽ ഞാൻ ചിരിക്കുവാണെന്നാണ്, അങ്ങനെ ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ നമ്മുടെ മുഖം വേറൊന്നായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് നന്നായിട്ട് അങ്ങ് ചിരിക്കുവാൻ തീരുമാനിച്ചു. So I resolved to be happy and smiling for my wedding ceremony. നന്നായിട്ട് ചിരിച്ചെന്ന് പറഞ്ഞാൽ ചിരിച്ച് ഏകദേശം കല്യാണത്തിൻ്റെ ആ സർവീസൊക്കെ തീരായപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ ഒരു വേദന വന്നു. നിങ്ങൾ സ്ഥിരമായി ചിരിച്ചോണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത്. I smiled so much that by the time the wedding ceremony was done, my jaws were aching. ഐ മീൻ, ഞാൻ പിന്നീട് ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നോക്കുമ്പോൾ ഈ എൻഗേജ്മെൻ്റ് ഫോട്ടോയും ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വ്യക്തി ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നിപ്പോകും. And now when I compare the photographs from the engagement and the wedding ceremonies, it's as if it's two different people sitting on stage. ഞാൻ എന്താ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഫോട്ടോ കണ്ടിട്ടൊരിക്കലും ഇത് ഒരാളാണെന്നോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണെന്നോ ആർക്കും തിരിച്ചറിയാൻ കഴിയത്തില്ല. So what I want to emphasize here is that looking at the pictures, you can never predict the nature of the character of a person. I mean, കാരണം ഈ ക്യാമറയ്ക്ക് വേണ്ടിയാണ് ചിരിക്കുന്നത്. Here I am putting on a performance for the cameras. ക്യാമറയും വീഡിയോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കത്തില്ലായിരുന്നു. If the cameras and the videographers weren't there, I wouldn't be smiling. കാരണം അന്ന് ലൈവ് ഉണ്ട്, ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട്, പുറത്തൊക്കെ ഉള്ളവര്. There's also a live stream, so many people are watching across the world. ആമേൻ. അപ്പം മറ്റുള്ളവരെ നമ്മളെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത് അറിയുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത്. So when we
put on a show, it is for the benefit of the others so that they know our nature. ഇവിടെ പറയുകയാണ് വിരോധം സഹിച്ച ഒരുവനുണ്ട്, നമുക്ക് വേണ്ടി അപമാനം സഹിച്ച ഒരുവനുണ്ട്, അവനെ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് വന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വിരോധം കഷ്ടത സഹിച്ച അവൻ ആ കഷ്ടത സഹിക്കുമ്പോഴും അവൻ്റെ ഉള്ളത്തിൽ എന്താണെന്ന് അറിയാമോ? അവൻ്റെ തീരുമാനത്തിനൊരു മാറ്റം വന്നില്ല. അവൻ എന്തിനാണോ കടന്നു വന്ന് അത് പൂർത്തീകരിക്കുന്ന ആ ഒരു ദിശയിലേക്കാണ് യാത്ര ചെയ്തത്. And this is why we are told to look to Jesus, who endured such hostility and insults from a lot of people, but he still remained focused on his mission, which was to bring us salvation, even though he was going through unimaginable pain, and he did not become weary. അവിടെ എഴുതിയിരിക്കുന്നത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. And he despised the shame, and he focused and he suffered the shame of the cross. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ മടുപ്പ് വരാതിരിക്കാൻ ആ ക്രൂശിനെ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. So if you are beginning to get weary and discouraged, look to the cross. ഇന്ന് പാൽക്കാലം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മടുപ്പ് കടന്നു വരുന്നെങ്കിൽ നമുക്ക് വേണ്ടി തന്റെ ജീവനെ നൽകി തന്നവന്റെ ആ ക്രൂശിലേക്ക് നോക്കണം. So if you are facing weariness and discouragement today, then look at the cross and the one who endured such hostility for us. ആ കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കാനിടയിൽ തീരും. When we look at the cross, the love we have for Jesus will increase. ആ ക്രൂശാണ് നമ്മുടെ ജീവിതത്തിലെ മടുപ്പ് നീക്കിക്കളയുന്നത്. It is the cross that takes away the discouragement in our hearts. ഇന്ന് പാൽക്കാലം കർത്താവിന്റെ സന്നിധിയിൽ കർത്താവേ എനിക്ക് ഏകാഗ്രതയുള്ള ഹൃദയം തരണമെന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാം. Today let us pray a prayer to the Lord. Lord, give me a heart that unites to you. കർത്താവ് ഈ റെവലേഷൻ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, പല സഭകളെ പറ്റി പറയുന്നുണ്ട്. അതിനകത്ത് 7 സഭകളിൽ പല നിലവാരത്തിൽ അവിടെ കർത്താവ് തൻ്റെ അവരുടെ സ്വഭാവം അല്ലെങ്കിൽ സഭയുടെ രീതി അനുസരിച്ച് പല അപ്രിസിയേഷനും കമന്റ് ചെയ്യുന്നുണ്ട്. So in the book of Revelation, the apostle comments on the 7 churches, and these 7 churches are at different spiritual levels. എന്നാൽ അതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഒരുവിധ അപ്രിസിയേഷൻ ലഭിക്കാത്ത അല്ലെങ്കിൽ ശാസ്ത്രം മാത്രം ലഭിച്ച ഒരു സഭയാണ് ലവോദിക്ക സഭ. But there is one exception. The church of Laodicea did not get any words of appreciation, but rather only words of rebuke. എന്താണെന്നറിയാമോ? അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതോഷ്ണവാനായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനായതുകൊണ്ട് നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ട് കളയും. Verse 15, chapter 3. I know your works, that you are neither cold nor hot. I could wish you were cold or hot. So then, because you are lukewarm and neither cold nor hot, I will vomit you out of my mouth. ആത്മീകനുമല്ല ജഡീകനുമല്ല. He's neither spiritual nor is he fleshly. അവിടെയും പൂർണ്ണമായിട്ട് നീ എത്തിയിട്ടില്ല, ഇവിടെയും പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല. He's neither to one side or to the other. ഹൃദയം 2 വഴിയിൽ കൂടെ സഞ്ചരിക്കുകയാണ്. The heart is traveling in parallel paths. കർത്താവ് ഏറ്റവും വെറുക്കുന്ന ഒരു സ്വഭാവമാണത്. And this is a character that the Lord despises. അങ്ങനെ നടക്കണമെങ്കിൽ നമ്മുടെ ഉള്ളത്തിൽ എന്തോ വേണം? കപട വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ സഞ്ചരിക്കാൻ കഴിയത്തുള്ളൂ. Only if you are a hypocrite can you do this. കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ട് കളയും. And the Lord says, I will vomit you out of my mouth. ഇന്ന് പാൽക്കാലം നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഏകാഗ്രമാക്കാം. Today let us unite our heart. ഒന്ന് ചിന്തിക്കാം, കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ പൂർണ്ണ ഹൃദയത്തോടു കൂടിയാണോ ഞാൻ കർത്താവിനെ സേവിച്ചത്? Let us examine ourselves. Lord, have I served you with a united heart over the last 1 week? അതോ കർത്താവിൽ നിന്ന് ഒഴുകി മാറിപ്പോകുന്ന എന്തെങ്കിലും എന്നെ ആകർഷിക്കുന്നുണ്ടോ? Or is there something that takes my attention away from you in my life? പതുക്കെ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മാറി പോവുകയാണോ? Am I going astray from your presence little by little? ഇന്ന് പാൽക്കാലം നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ട ആവശ്യമാണ്. Today I believe it is appropriate that we examine ourselves. ആമേൻ. ഈ ലവറേഷൻ തന്നെ എഫെസോസ് സഭയുടെ ദൂതനോട് പറയുന്നുണ്ട്, അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. And to the angel of to the messenger of the church of Ephesians, the apostle says, go back to your old works and do what you once did. കാരണം ആ സഭയെ പറ്റി പറയുന്നത് നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടു കളഞ്ഞു. Here he is rebuking them for leaving aside their first love. എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡീവിയേഷൻ ജീവിതത്തിൽ എവിടെ വന്നു. Which means that a little bit of deviation in their path has happened already. എന്നാൽ കർത്താവ് ആ സഭയെ അല്ലെങ്കിൽ അവിടെയുള്ള അനുഭവത്തെ ശാസിച്ച് അമർച്ചയുകയല്ല ചെയ്യുന്നത്. നിനക്ക് ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്, ആദ്യ സ്നേഹം വിട്ടുപോയി, നീ എത്രയും പെട്ടെന്ന് മടങ്ങി വരിക.
And here, the Lord is not giving them a word of rebuke to break them down, but rather He's giving them a mild rebuke so that they will come back to their first love. ക്രിസ്തു സഭയോട് പറഞ്ഞ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. Remember from where you have fallen, repent and do your first works. അപ്പൊ നമ്മുടെ ജീവിതത്തെ രണ്ട് വഴിയിലൂടെ സഞ്ചരിക്കുന്നത് മാനസാന്തരമില്ലാത്ത പ്രവൃത്തിയാണ്. So, the act of us walking through two parallel paths is an act of going away from our repentance. അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു ജീവിതം, അങ്ങനെ ഒരു കപട ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് നാം മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. So, if we are doing such hypocritical acts, then it is absolutely necessary to repent and come back. അതുകൊണ്ട് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കർത്താവേ നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഒന്ന് ഏകാഗ്രമാക്കണമേ. And that is why the psalmist is telling us, Lord, unite my heart to fear your name. ആമീൻ. ഒരു സംഭവം അതോടെ പറഞ്ഞിട്ട് ഞാൻ വേഗം അവസാനിക്കാൻ ആഗ്രഹിക്കുന്നു. Let me conclude my speech with a small illustration. ആമീൻ. ഇവിടെയുള്ള ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആംഗ്ലിക്കൻ ചർച്ചിന്റെ അതിന്റെ ആരംഭമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹെൻറി എട്ടാമൻ രാജാവാണല്ലോ ഈ ചർച്ചിന്റെ ആരംഭത്തിനിടയായി തീർന്നത്. I believe you know the early history of the Church of England. I believe you know that King Henry VIII founded the Church of England. 15-ാം നൂറ്റാണ്ടിൽ ഹെൻറി എട്ടാമൻ രാജാവ് താൻ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ഈ സഭയുടെ ഇവിടുത്തെ സഭയുടെ ഏറ്റവും പരമാധികാരി താൻ തന്നെയാണ്. In the 15th century, King Henry declared himself to be the supreme governor of the church in England. കാരണം തനിക്ക് ഒരു വിവാഹം ഉപേക്ഷിച്ചിട്ട് മറ്റൊരു വിവാഹം കഴിക്കണം, അതിന് സഭയുടെ നിയമങ്ങൾ തടസ്സമാണ്. അതിന് താൻ ചെയ്തൊരു ഒരു വഴിയാണ് തന്നെ സഭയുടെ ഏറ്റവും വലിയ പോസ്റ്റിലേക്ക് തന്നെ താൻ അവരോധിച്ചു. So King Henry wanted to divorce his wife and marry again, and the rules of the church were against him, and because of that he declared himself to be the supreme head of the church and changed the system. ആമീൻ. താൻ ആ രാജ്യത്തുണ്ടായിരുന്ന സകല ഹൈ ഒഫീഷ്യൽസിനും തൻ്റെ ഈ തൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ച് എല്ലാവരും അത് സൈൻ ചെയ്ത് അതിനോട് അനുകൂലമായിട്ട് പ്രതികരിക്കേണ്ട ആവശ്യമാണ്. So he gave his declaration to all the high officials in the country, and they had to sign and indicate their consent. അങ്ങനെ സകല ഓഫീസർമാരും ഇത് കേട്ട ഉടനെ ഇത് അംഗീകരിച്ചു. കാരണം അംഗീകരിക്കാതിരിക്കുക എന്നൊരു ഓപ്ഷൻ ഇല്ല. So all the high officials signed and indicated their consent. അതുവരെ ഉണ്ടായിരുന്ന ബിഷപ്പുമാരും കർദിനാളിനും ഒക്കെ ഉപരിയായിട്ട് അവിടെ രാജാവിന്റെ സ്ഥാനം വന്നു. So the king was placed above all the bishops and cardinals who were officiating at the time. എന്നാൽ അന്ന് അവിടുത്തെ ചാൻസലറായിരുന്ന തോമസ് മൂർ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. താൻ വളരെ പ്രഗത്ഭനാണ്. നിയമങ്ങളെ പറ്റും, നിയമവശങ്ങൾ, രാജ്യതന്ത്രം എന്ന് പറയുന്ന വിഷയങ്ങളൊക്കെ വളരെ യൂറോപ്പിൽ തന്നെ വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തി എന്നാണ് അതേപ്പറ്റി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലും ഈ ഒരു രാജാവിൻ്റെ വിളംബരം ലഭിച്ചു. താനിത് വായിച്ചു നോക്കിയപ്പോൾ തനിക്ക് രാജാവിനോട് വളരെ സ്നേഹമാണ്, വളരെ ബഹുമാനമുള്ള വ്യക്തിയാണ്. എന്നാൽ ഇത് വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ വ്യവസ്ഥയെക്കാളും അതിൻ്റെ മുകളിലായിട്ട് രാജാവിൻ്റെ ഒരു കരമെടുത്ത് വെച്ചത് തനിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. താൻ അതുകൊണ്ട് അത് ഒപ്പുവെക്കാതെ തൻ്റെ അവിടെ കൊടുക്കാതെ മാറി നിന്നു. But one person, the chancellor Thomas More, he refused to sign the declaration and the oath because he believed that it went against the law of God. തൻ്റെ സ്നേഹിതരൊക്കെ ഇത് അറിഞ്ഞു. വളരെ വേഗം തന്നെ വന്ന് കൺവിൻസ് ചെയ്യാൻ നോക്കി. കാരണം രാജാവിനോട് എതിർക്കുന്നത് ജീവൻ പോകുന്ന വലിയ കുറ്റമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നീ ഈ തീരുമാനത്തിൽ മാറണം. നിന്റെ ഹൃദയത്തിലെ ഇഷ്ടം അങ്ങനെ, അല്ലെങ്കിൽ നിന്റെ വിശ്വാസം അങ്ങനെ തന്നെ കൊണ്ടുവരണം. പക്ഷേ ഇതിൻ്റെ അകത്ത് നീ ഒരു ഒപ്പ് വെച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളൊക്കെ തന്നെ ഒരുപാട് കൺവിൻസ് ചെയ്യാൻ നോക്കി. So his friends and allies tried to convince him to sign the declaration and the oath because they knew that going against the king was a dangerous thing and that Thomas More would probably lose his life. ചരിത്രം പറയുന്നത് തൻ്റെ മകൾ മാർഗരറ്റ് ഈ ടവർ ഓഫ് ലണ്ടനിൽ വന്ന് വളരെ നേരം കരഞ്ഞുകൊണ്ട് അപ്പനെ ഒന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ നോക്കി. His daughter Margaret came to the Tower of London where he was imprisoned and tried to convince her father to sign the oath. എന്നാൽ തൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് കൊടുക്കണം, രാജാവിന് കൊടുക്കേണ്ട, രണ്ടും കൂട്ടി യോജിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അത് ദൈവത്തിന് കൊടുക്കേണ്ടതിനെ എടുത്ത് മറ്റൊരു വഴിയിലോട്ട് കൊണ്ടുപോകാൻ തൻ്റെ ഹൃദയം അനുവദിച്ചില്ല. But his heart did not allow him to give to the king what belonged to the Lord. അതിൻ്റെ ചരിത്രത്തിൽ പിന്നെ സംഭവിച്ചത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കുറ്റം വിധിച്ചു. തനിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി. And then history records that he was arrested and charged with high treason. വിധി വന്നു. തൻ്റെ ശിരസ് ഛേദിച്ച് തന്നെ കൊല്ലുവാനാണ് വിധി വന്നത്. And he was sentenced to be executed by beheading. ഈ ഇദ്ദേഹത്തെ ആരാച്ചാര് തല വെട്ടി കൊല്ലുന്നതിന് മുമ്പ് തന്നോട് ചോദിച്ചത് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? And the executioner asked him, before his execution, do you have any last words? അദ്ദേഹം പറഞ്ഞ വാക്ക് പ്രകാരമാണ്, I die as king's good servant, but God's first. And he replied, I die the king's good servant, but God's first. ഞാൻ മരിക്കുന്നത് രാജാവിൻ്റെ നല്ലൊരു സേവകനായിട്ട് ഞാൻ മരിക്കുന്നത്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികമായ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ദൈവത്തിനാണ്.
I die the king's servant, but the most preeminent position in my heart belongs to the Lord. ദൈവത്തിന് തന്റെ ഹൃദയം പൂർണ്ണമായി താൻ കൊടുത്തിരുന്നു. He gave his whole heart to the Lord. ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിലും ആ ദൈവത്തിന്റെ ആ സ്നേഹത്തിൽ നിന്നും ആ വിശ്വാസത്തെ മറ്റതിലേക്ക് ആകർഷിക്കുവാൻ സാഹചര്യത്തിന് കഴിഞ്ഞില്ല. And no matter the circumstances, he could not be enticed away from that commitment to the Lord. ഇന്ന് പാൽക്കാലം നമ്മുടെ ഹൃദയം അതുപോലെ പൂർണ്ണതയോടെ ദൈവത്തെ സേവിക്കാൻ ഇടയെത്തിരണം. Today, let our hearts be united and focused to serve the Lord in such a way. സാഹചര്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ കർത്താവിൽ നിന്ന് അകറ്റുവാൻ നാം അനുവദിക്കരുത്. Do not let your circumstances entice you away from the Lord. ഇന്ന് പാൽക്കാലം അപ്രകാരം ഒരു വിശ്വാസം, പൂർണ്ണതയുള്ള ഒരു വിശ്വാസം, അൺഡിവൈഡഡ് ഹാർട്ടിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. Let your heart be united in the presence of the Lord in such a way, and let the Lord help us. ആമേൻ. ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മെസ്സേജ് കഴിഞ്ഞു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇതുവരെ സമയം അനുവദിച്ച കർത്താവിൻ്റെ ദാസനും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം ഞങ്ങൾ അടുത്ത വീക്ക് നാട്ടിലോട്ട് കടന്നുപോയി.